ഹായ് ഡിയർ സുഗമോദി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ നമ്മുടെ ഭാർഗവിയെയും പ്രഭാവതിയെയും കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പ്രഭാവതിയാണെങ്കിൽ നമ്മുടെ പ്രകാശനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് ഞങ്ങളെ അന്വേഷിച്ച് വന്നിരിക്കുന്നത്, നിൻ്റെ ഉദ്ദേശം എന്താണ്, ഇപ്പം തന്നെ നീ ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നിനക്ക് നല്ലതെന്നൊക്കെ പ്രഭാവതിയും ഭാർഗവിയും പറയുന്നുണ്ടെങ്കിലും പ്രകാശം പറയുന്നുണ്ട്, എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പ്രഭാവതി ആയെങ്കിൽ ശരി, നിനക്ക് എന്താ പറയാനുള്ളത്, നീ പറ, ഞാൻ കേൾക്കാം എന്നുള്ള രീതിയിൽ പ്രഭാവതി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പ്രകാശം പറയുന്നുണ്ട്, ഞാനല്ല മീരയെ കൊന്നത്, എനിക്ക് അതിൻ്റെ യാതൊരു ആവശ്യമില്ല മീരയെ കൊല്ലേണ്ടത്, ഞാൻ മീരയെ കൊല്ലാൻ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല. നിങ്ങളറിയാത്ത മറ്റൊരു സത്യമുണ്ട്, കാർത്തികേയൻ ഇപ്പോൾ എൻ്റെ കൂടെ ആയിരുന്നു ജയിലിലാണെങ്കിൽ, അതുകൊണ്ട് കാർത്തികേയനാണ് എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ. മീരയെ കൊല്ലാൻ ഒരിക്കൽ പോലും ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ പ്രകാശനാണെങ്കിൽ. അപ്പോൾ പ്രഭാവതി ചോദിക്കുന്നുണ്ട്, പിന്നെ ആരാണ് മീരയെ കൊല്ലാൻ ശ്രമിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, കാർത്തികേയൻ എന്നോട് പറഞ്ഞത് അരുന്ധതിയാണ് എല്ലാവരെയും ഗുണ്ടകളെയും ഏർപ്പാട് ചെയ്തത്, അത് മീരയെ കൊല്ലാനായിരുന്നില്ല, നിങ്ങളെ കൊല്ലാനായിരുന്നു, പ്രഭാവതീനെ കൊല്ലാനായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു കാർത്തികേയനാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കലും മീരയെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യം പ്രകാശനാണെങ്കിൽ നമ്മുടെ പ്രഭാവതിയെയും ഭാർഗവിയും വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പ്രഭാവതി പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു, നീ ഇപ്പോൾ ജയിൽ ശിക്ഷയൊക്കെ അനുഭവിച്ചിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നതില്ലേ, എന്തായാലും നിനക്ക് നിൻ്റെ വീട്ടുകാരെയും കുടുംബക്കാരെയും ഒക്കെ നിനക്ക് കാണാനുണ്ടാവില്ലേ, നീ എന്നാൽ വേഗം ചെല്ലി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പ്രകാശനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എനിക്ക് നന്ദനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, അവനിപ്പോൾ എവിടെയാണ്, നിങ്ങളെല്ലാവരും സൂക്ഷിക്കണം, അരുന്ധതിയുടെ ഒരു കണ്ണ് നിങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം എല്ലാവർക്കും ഒരാപത്തും കൂടാതെ ഇപ്പോൾ ഒന്നും തന്നെ സംഭവിക്കാതിരിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. ഞാനെന്തായാലും ശബരിമലയ്ക്കൊക്കെയാണ് പോകാൻ വേണ്ടി, ദർശനത്തിനൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് എന്തായാലും ഇവിടെ ഒന്ന് വന്ന് കയറണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതും എൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞതൊക്കെ പ്രകാശനാണെങ്കിൽ പ്രഭാവതിയോട് പറയുന്നുണ്ട്. അങ്ങനെ ഭാർഗവി പറയുന്നുണ്ട്, ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കരുത്, ഇവൻ വെറും ഒരു കള്ളനാണെന്നും പറയുന്നുണ്ട്, നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണ് പ്രഭാവതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രകാശം പറയുന്നുണ്ട്, എനിക്കതിൻ്റെ യാതൊരു ആവശ്യമില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല, പക്ഷെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കും, അരുന്ധതി മേഡത്തിന് നിങ്ങളോടുള്ള ഈ വാശിയും വെറുപ്പും വൈരാഗ്യമെല്ലാം നിങ്ങൾ മനസ്സിലാക്കും, അപ്പം നിങ്ങൾ മനസ്സിലാവും ഞാൻ പറഞ്ഞതായിരുന്നു ശരി എന്നുള്ള കാര്യം, നിങ്ങൾക്ക് എന്തായാലും ഒരു ദിവസം തീർച്ചയായിട്ടും ബോധ്യം വരും എന്നൊക്കെ ഇങ്ങനെ പ്രകാശൻ പറയുന്നുണ്ടെങ്കിലും പ്രഭാവതി പറയുന്നുണ്ട്, ശരി, നീ പറയുന്നത് ഞാൻ മുഴുവനായിട്ട് തന്നെ വിശ്വസിച്ചില്ല, എങ്കിലും ഞാൻ നീ പറയുന്നത് കേൾക്കാം എന്നുള്ള ഇതിലൊക്കെ വീണ്ടും പ്രഭാവതി ആണെങ്കിൽ പ്രകാശൻ്റെ സംസാരം കേട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും പ്രകാശന് മനസ്സിലായിട്ടുണ്ട് പ്രഭാവതി ചിലതൊക്കെ വിശ്വസിച്ചിട്ടുണ്ടെന്നും. എങ്ങനെയൊക്കെ മനസ്സിലാക്കിയ പ്രകാശനാണെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പടിയിറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ഭാർഗവിയിട്ട് പറയുന്നുണ്ട്, ഇന്നെൻ്റെ മകൻ്റെ പിറന്നാളാണ്, ആ ദിവസം പോലും എൻ്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടെത്താൻ ഇതുവരെ ആർക്കും കഴിഞ്ഞില്ലല്ലോ, സഹിക്കാൻ കഴിയുന്നില്ല പ്രഭാവതിക്കാണെങ്കിൽ. അങ്ങനെ ഭാർഗവി പറയുന്നുണ്ട്, ചേച്ചി എന്തായാലും വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും, നമ്മുടെ നന്ദൻമോനെ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ച് കണ്ടെത്താനുള്ള വഴി എന്തായാലും ദൈവം നമുക്ക് മുമ്പിൽ തുറന്ന് കാണിക്കും, അതുകൊണ്ട് ആരും തന്നെ പേടിക്കണ്ട എന്നുള്ള ഇതിലൊക്കെ പ്രഭാവതിയോട് നമ്മുടെ ഭാർഗവി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഭാർഗവി ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ പ്രഭാവതിക്കാണെങ്കിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം ഇത്രയും ദിവസമായിട്ട് നന്ദനെ കണ്ടെത്താനുള്ള ഒരു വഴിയും ആരും തന്നെ കാണിക്കാത്തതുകൊണ്ട് തന്നെ എല്ലാവരോടും വെറുപ്പാണ് പ്രഭാവതിക്കാണെങ്കിൽ. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ പ്രഭാവതി ആണെങ്കിൽ പ്രകാശൻ പറഞ്ഞ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിച്ച മട്ടിലുമാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കേസിൻ്റെ കാര്യങ്ങളൊന്നും ഒരു വഴിക്കും പോകാത്തതുകൊണ്ട് തന്നെ നമ്മുടെ MLAയും സിദ്ധാർത്ഥനൊക്കെ കൂടെ ആണെങ്കിൽ നമ്മുടെ മറ്റൊരു ഹൈ ലെവലുള്ള പോലീസ് ഓഫീസറിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എന്തായാലും ഇന്നെങ്കിലും കേസ് തെളിയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, എത്ര കാലമായി വെച്ചാൽ നന്ദനെ കാണാതെയായിട്ട് ഇപ്പോൾ ഒരുപാട് ദിവസങ്ങളോളമായി, നന്ദൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ലാത്തൊരവസ്ഥയാണല്ലോ ഈശ്വര ഇപ്പോൾ ഉള്ളത്. അങ്ങനെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അവനൊന്നും സംഭവിക്കില്ല, സിദ്ധാർത്ഥൻ്റെ മകനാണ് അവൻ, അതുകൊണ്ട് അവനറിയാം ആൾക്കാരിൽ നിന്ന് എങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാമെന്നും, അവൻ എന്തായാലും തിരിച്ചിങ്ങോട്ട് തന്നെ വന്നിരിക്കും, അവനെന്തായാലും മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് മോൾ ഒരു കാര്യം കൊണ്ട് പേടിക്കേണ്ടതില്ലെന്നൊക്കെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് നമ്മുടെ MLA ആയിട്ടുള്ള ദേവികയോടായിട്ടാണെങ്കിൽ. അങ്ങനെ ദേവിയെ പറയുന്നുണ്ട്, എനിക്കെന്തോ ഒരു പേടി പോലെ വെച്ചാൽ ഞങ്ങൾ തമ്മിൽ വഴക്കാണെങ്കിലും ഇത്രയും ദിവസമൊന്നും ഞങ്ങൾ വിളിക്കാതിരുന്നിട്ടില്ല, എൻ്റെ മനസ്സിലാകെ മൊത്തം ഭയങ്കര ടെൻഷനാണ് അച്ഛാ, എന്താണെന്ന് പോലും എനിക്കറിയില്ല എന്നുള്ള രീതിയിലൊക്കെ ദേവിക സംസാരിക്കുന്നുണ്ട്. എന്തായാലും SIക്ക് ഞാൻ ഹൈക്കോർട്ടിൽ ഒരു കോടതിയിൽ കേസ് കൊണ്ടുപോവാണ്, അല്ലാതെ മറ്റൊരു വഴിയില്ല, വേറൊരു പോലീസ് ഓഫീസറിനെ കണ്ടെത്തുകയും അതിൽ അന്വേഷിപ്പിക്കുകയും ചെയ്യണമെന്നൊക്കെ ദേവിക പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ശാരികയാണെങ്കിൽ എവിടെയോ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ചിലപ്പോൾ നമ്മുടെ
നന്ദൻ്റെ കൂട്ടുകാരനായ അയാളെ കാണാൻ വേണ്ടി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ശാരിക പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും ഇപ്പോൾ പോയേ മതിയാവുള്ളൂ അമ്മേ, എന്നെ വെറുതെ തടഞ്ഞു നിർത്തരുതെന്ന് പറയുന്നുണ്ട്. ശാരികയുടെ അമ്മയാണെങ്കിൽ നമ്മുടെ ശാരികയെ പോകാൻ അനുവദിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് തന്നെ. അപ്പോഴേക്കും ശാരിക പറയുന്നുണ്ട്, അമ്മേ എനിക്ക് പോയേ മതിയാവുള്ളൂ, അതുകൊണ്ട് വേറൊരു കാര്യം എന്നോടിപ്പോൾ സംസാരിക്കേണ്ടതില്ല. അപ്പോഴേക്കും ശാരികയോടായിട്ടാണെങ്കിൽ ശാരികയുടെ അച്ഛൻ പറയുന്നുണ്ട്, മോളെ ഇപ്പം നിൻ്റെ ചേച്ചി MLA ആണ്, അവൾക്ക് ചുറ്റും ശത്രുക്കളാണ്, ഇനിയിപ്പോൾ നിന്നെയാണോ ഇരയിട്ടിരിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല, നന്ദനെ കാണാതിരുന്നിട്ട് ഒരുപാട് ദിവസങ്ങളായി, അതുകൊണ്ട് മോൾ പോകുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് വേണം പോകാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ആണെങ്കിൽ നമ്മുടെ ശാരികയുടെ അമ്മയാണെങ്കിൽ നമ്മുടെ ദേവിയെ വിളിച്ച് പറയുന്നുണ്ട്, ശാരിക പറയാതെ കേൾക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്, അവളെ ഒന്ന് നോക്കണേ, തിരിച്ച് നീ വീട്ടിലോട്ട് തന്നെ അവളെ വിട്ടയക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. ദേവികയോടായിട്ടാണെങ്കിൽ ദേവിക അമ്മയോട് പറയുന്നുണ്ട്, ശരി അമ്മ, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ സിദ്ധാർത്ഥൻ വീട്ടിൽ വന്ന ഉടൻ തന്നെ പ്രഭാവതി ആണെങ്കിൽ പ്രകാശിനെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രകാശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്, ഞാൻ അന്നേ പറഞ്ഞിരുന്നില്ലേ അരുന്ധതിയാണ് ഇതിൻ്റെ പിന്നിലെന്ന്. ഇപ്പോൾ എന്തായി, പ്രകാശനും ഇതേ കാര്യമാണ് എന്നോട് സംസാരിച്ചത്. എന്തായാലും പ്രകാശൻ പറയുന്നില്ലേ എന്തൊക്കെയോ സത്യങ്ങളുണ്ട്, അതുകൊണ്ട് സിദ്ധു ആ വഴിക്കൊന്ന് അന്വേഷിച്ചു നോക്ക്, അപ്പോൾ നമ്മുടെ മകനെ എന്തായാലും തിരിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ട്. അവൻ അരുന്ധതി ആണെങ്കിൽ നമ്മുടെ മുമ്പിൽ അഭിനയിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് പ്രഭാവതി ആണെങ്കിൽ. അങ്ങനെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അവനൊരു ജയിൽ പുള്ളിയാണ്, അവനെ അങ്ങനെ വിശ്വസിക്കാനൊന്നും പാടില്ല, അവൻ നമ്മളെ ചിലപ്പോൾ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞതാവാം. എന്തായാലും സത്യം എന്തായാലും പുറത്ത് വരും. എന്തായാലും ദേവിക മറ്റൊരു പോലീസ് ഓഫീസറിന് കേസ് കൈമാറിയിട്ടുണ്ട്, ഇനി നമുക്ക് ആ വഴിക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കാം, അല്ലാതെ മറ്റൊരു വഴിയും ഞാൻ കാണുന്നില്ല എന്നൊക്കെ പ്രഭാവതിയോട് പറയുന്നുണ്ട്. പ്രഭാവതിക്കാണെങ്കിൽ വളരെയധികം തന്നെ സങ്കടമാകുന്നുണ്ട്. ഇന്ന് എൻ്റെ മകൻ്റെ പിറന്നാൾ ദിവസമായിട്ട് പോലും അവനിവിടെ ഇല്ലല്ലോ സിദ്ധാർത്ഥ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് പ്രഭാവതി ആണെങ്കിൽ.